So next discuss ചെയ്യാനുള്ളതാണ് എന്ത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഓൾറെഡി കണ്ടു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞ് കണ്ടതാണ് മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് എന്താണ്? ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീഡിയൻ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞതാണ് എന്ത്? ഡേറ്റയുടെ സ്പ്രെഡ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ, എത്ര ഡിസ്പേഴ്സ്ഡ് ആണോ ഡേറ്റ എന്നുള്ളത് നമ്മൾ ഇവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അത് കണ്ടുപിടിക്കാനാണ് എന്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡേറ്റ എന്തുമാത്രം സ്പ്രെഡ് ആയിട്ടുണ്ടോ, എന്തുമാത്രം വേരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എവിടുന്ന് കണ്ടുപിടിക്കാം? ഈ ഒരു ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ കാണുന്നത് എന്താ? ഒരു എന്താ പറയാ, 4 തരം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. ഒന്നാമത്തതാണ് എന്ത്? റേഞ്ച്, രണ്ടാമത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മൂന്നാമത്തത് പറയുന്നത് മീൻ ഡീവിയേഷൻ, ആൻഡ് നാലാമത്തതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് ഇതെല്ലാം നോക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് സ്കോർ. അതായത് ഹയസ്റ്റ് സ്കോർ എന്താണോ അത് മൈനസ് ലോവസ്റ്റ് സ്കോർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ട് 25, 35, 40, 45, 55. അപ്പൊ ഇതിലെ ഹയസ്റ്റ് സ്കോർ എത്രയാ? 55 ആണ്. ലോവസ്റ്റോ 25. അപ്പൊ 55 മൈനസ് 25 30. അപ്പൊ 30 എന്ന് പറയുന്നതാണ് എന്ത്? റേഞ്ച് ഓഫ് ഡേറ്റ. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിലെന്താണ് റേഞ്ച് എന്തുമായിട്ട് അഫക്ട് ചെയ്യും? ഇപ്പൊ ഇതേപോലെ ഇവിടെ ഒരു 100 മാത്രം വന്നാൽ പോലും എന്തായി? റേഞ്ച് നന്നായിട്ട് തന്നെ മാറി. അപ്പൊ ഔട്ട്ലൈനേഴ്സ്, അതായത് അവസാനം കിടക്കുന്ന വാല്യൂസ് റേഞ്ചിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അടുത്തതാണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതിനെ പറയുന്ന വേറൊരു പേരാണ് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ നടുക്കുള്ള ഒരു 50% ഡേറ്റയുടെ സ്പ്രെഡ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും അറ്റത്തെ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഔട്ട്ലൈനേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ഔട്ട്ലൈനേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ്. അപ്പം ആദ്യത്തെ ആ ഒരു ഏറ്റവും ചെറിയ വാല്യൂസും ഈ അറ്റത്തുള്ള ഏറ്റവും വലിയ വാല്യൂസും ഒഴിവാക്കിയതിനു ശേഷം നടുക്ക് മിഡിലുള്ള 50% ഡേറ്റയുടെ സ്പ്രെഡ് എത്രയാണെന്നാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷനിൽ കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അതിന്റെ ഫോർമുലയാണ് എന്ത്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അപ്പം ഈ Q3 എന്ന് പറയുന്നത്, Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈലും Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈലുമാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത്? നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യില്ല? എക്സ്ട്രീം സ്കോർസിൽ ഡിപെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ക്വാർട്ടൈൽ Q1 എന്ന് പറയുന്നത് 14, Q3 എന്ന് പറയുന്നത് 16 കിട്ടിയാൽ അതിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്തായിരിക്കും? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അതായിരിക്കും നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണുന്നതാണ് എന്ത്? മീൻ ഡീവിയേഷൻ. അപ്പൊ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീവിയേഷൻ ഫ്രം ദ മീൻ എന്നാണ്. മീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ മീൻ എന്ന് പറഞ്ഞാല്? ആവറേജ് ആണ് നമ്മൾ മീൻ എന്ന് പറയുന്നത്. അപ്പം ദ ആവറേജ് ഓഫ് ദ ആബ്സല്യൂട്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഈച്ച് സ്കോർ, അതാണ് എന്ത്? ഈച്ച് സ്കോർ ആൻഡ് ദ മീൻ. അതായത് മീനിൽ നിന്നും ഓരോ സ്കോറും എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മീൻ ഡീവിയേഷനിൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം മീൻ ഡീവിയേഷന്റെ ഫോർമുല എന്താ? സമ്മേഷൻ x മൈനസ് മീൻ ഡിവൈഡഡ് ബൈ n എന്നാണ്. അപ്പം x മൈനസ് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഫസ്റ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് വാല്യൂ മൈനസ് മീൻ എത്രയാന്ന് നോക്കും. അപ്പം അതിന്റെ ഡിഫറൻസ് കാണാം. അതേപോലെ സെക്കൻഡ് വാല്യൂ മൈനസ് മീൻ എത്രയാന്ന് നോക്കും. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തിട്ടിരിക്കുന്നത്? മോഡുലസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിഫറൻസിനെ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീനിൽ നിന്നുള്ള ഓരോ ഡേറ്റയുടെയും ഡീവിയേഷൻ കിട്ടും. ഓക്കെ, സോ ഇപ്പൊ ഡേറ്റ നമ്മുടെ കയ്യിൽ നോക്കിക്കേ, 40, 50, 60 ആണെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ മീൻ എന്താ വരിക? മീൻ എന്ന് പറയുന്നത് 50 ആ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേറ്റ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് കാണാം. എത്രയാണ്? 40 മൈനസ് 50 എത്ര വരും? 10. അപ്പൊ 40 മൈനസ് 50 10 എന്നുള്ളത് എഴുതാം. അതേപോലെ 50 മൈനസ് 50 0 എന്നുള്ളത് എഴുതാം. അതേപോലെ തന്നെ 60 മൈനസ് 50 എന്താണ്? എഗെയിൻ 10 ആണ്. അപ്പൊ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ മീൻ വരിക. അപ്പൊ ഇവിടെ എന്താ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്? 6.67 ആണ് നമ്മുടെ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ. അപ്പൊ ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഡേറ്റ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയും ചെയ്യുന്ന നോക്കിയേ,
എക്സ് മൈനസ് മീൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫോർമുലയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. എന്താ വേരിയേഷൻ? എക്സ് മൈനസ് മീൻ ദ ഹോൾ സ്ക്വയർഡ്, അതിന്റെ സിഗ്മ. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ചെയ്തതിന്റെ സമ്മേഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ n ചെയ്തിട്ട് അതാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നത്. അപ്പൊ ഇതിൽ എന്താണ് കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാൽക്കുലേഷൻ വരുന്നതോടുകൂടി തന്നെ ഇവിടെ എന്താണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ടും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആയിട്ടും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരും. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ ഡേറ്റ അധികം സ്പ്രെഡ് അല്ല എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ വാല്യൂ ആണെങ്കിൽ അതിന്റെ മീനിങ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒത്തിരി വലിയൊരു വാല്യൂ കിട്ടിയാൽ അതിന്റെ മീനിങ് എന്താണ്? ഡേറ്റ ഒത്തിരി സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ നമ്മളിപ്പോ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആ ചെയ്തത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ 4 തരം ഡിസ്പേർഷൻ ആ ചെയ്തത്. ഏതൊക്കെയാണ്? റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ.